ഹൗസിൽ പ്രതിഷേധവുമായി കനയ്യകുമാർ. റെസിഡന്റ് കമ്മീഷണർ അപമര്യാദയായി പെരുമാറിയെന്നാണ് കനയ്യയുടെ ആരോപണം. കേരള ഹൗസിലെത്തിയ തന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്ന് കനയ്യ പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് MP കനയ്യയ്ക്ക് പിന്തുണയുമായും എത്തി. First time I came, why I have came to meet someone. He will come. I was waiting. So I was in front of reception. First they were not allowing to enter, and then I was in the reception. Then he himself came and saying, I will call security. You cannot wait here. I asked why. He said because governor is coming. What is the excuse he has been giving? Why he has been misbehaving? And they have called police and they have been detaining us. क्या सर, संविधान का शपथ लिए थे ना? संविधान का शपथ लिए थे ना? तो गवर्नर आएंगे तो हम लोग नहीं आ सकते हैं. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഈ നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ ഇടയാക്കിയത്? ഗവർണർ ഉള്ളതുകൊണ്ട് അവിടെ വിസിറ്റേഴ്സിനെ അനുവദിക്കില്ലെന്നാണോ? അങ്ങനെ സാധാരണ ചെയ്യാറുണ്ടോ? ശ്രീജ, സാധാരണഗതിയിൽ ഗവർണർ ഉണ്ടെങ്കിലും ഗവർണർ താമസിക്കുന്ന കൊച്ചിൻ ഹൗസ് പരിസരത്തേക്ക് മാത്രമാണ് പ്രവേശനത്തിന് വിലക്ക് നേരിടാറുള്ളത്. പകരം കേരള ഹൗസിന്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗിലേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കുന്നതും ആര് വേണമെങ്കിലും കാണാൻ പോകാൻ കഴിയുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ ഈ ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം എന്ന് പറയുന്നത് കേരള ഹൗസിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ കൂട്ടിയതാണ് എന്നാണ് ഇപ്പോൾ കേരള ഹൗസിന്റെ അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ കനയ്യകുമാർ ഡൽഹി കേരള ഹൗസിലെത്തി അദ്ദേഹം അവിടെ മുറി ബുക്ക് ചെയ്തിരുന്നു എന്ന നിലയിലൊക്കെ ചില പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ രേഖകളൊന്നും അദ്ദേഹം ഹാജരാക്കിയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാലും വളരെ മോശമായ ഭാഷയിൽ റെസിഡന്റ് കമ്മീഷണർ അദ്ദേഹത്തോട് പെരുമാറി എന്നാണ് കനയ്യകുമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. നേരിയ തോതിൽ വാക്കേറ്റം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് സമീപത്തുണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് MPയും കനയ്യകുമാറിന് പിന്തുണയുമായി അവിടെ എത്തി. റെസിഡന്റ് കമ്മീഷണറോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വളരെ ക്ഷുഭിതനായാണ് കനയ്യകുമാറിനോട് പെരുമാറിയത്. തുടർന്ന് കനയ്യകുമാർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡൽഹി പോലീസ് എത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തത്. എന്തായാലും കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ നേതാവ് ഇവിടെ മന്ത്രി കൂടിയായ M. ലിജു ഉള്ള ദിവസം ഇവിടെ എത്തിയിട്ടും അതിന് സാധിച്ചില്ല, അതിനെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ എന്തായാലും വലിയ പ്രശ്നം തന്നെയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉൾപ്പെടെ പരാതി നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവേശനങ്ങൾ വിലക്കുന്നത് എന്നാണ് ഇപ്പോൾ എന്തായാലും കേരള ഹൗസ് പ്രസിഡന്റ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.